ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മറ്റൊരു എപ്പിസോഡ് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മാത്യുച്ചൻ വിഷയം ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു. വിജയേട്ടാ, ഞാനിങ്ങനെ IHS മിനിസ്ട്രിയുമായിട്ടൊക്കെ വളരെ അഭേദ്യമായ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയാണല്ലോ. നമ്മൾ തമ്മിൽ ഒരു 20 വർഷത്തിൽ അധികം ബന്ധമുണ്ട്, അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ IHS മിനിസ്ട്രിയൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ടും IHS മിനിസ്ട്രി സത്യവിശ്വാസത്തിന് വേണ്ടിയും സ്നേഹമെന്ന ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടും ഈശോ എൻ്റെ ഈ പ്രവർത്തനത്തിൽ സംപ്രീതനായെന്ന് വിചാരിക്കുക. സംപ്രീതനായിട്ട് ഈശോ ഒരു ദിവസം എനിക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 3 വരങ്ങളെക്കുറിച്ച് പറയാം, അതിലൊരെണ്ണം നിനക്ക് സ്വന്തമാക്കാം. ഒന്നാമത്തെ വരം ഇതാണ്: 100,000-ഓളം പാവപ്പെട്ടവരെ സഹായിക്കാൻ ആവശ്യമായ ധനം നൽകി നിന്നെ ഞാൻ സമ്പന്നനാക്കാം. നിനക്ക് അതുകൊണ്ട് 100,000-ൽ പരം പാവപ്പെട്ട ക്രൈസ്തവരെ സഹായിക്കാം. രണ്ടാമത്തെ വരം ഇതാണ്: ഏതൊരു വ്യക്തിയെ നോക്കുമ്പോഴും പരിശുദ്ധിയോടെ നോക്കാൻ പറ്റുന്ന ശുദ്ധതയെന്ന പുണ്യം ഞാൻ നിനക്ക് തരാം. ചിന്തയിൽ പോലും ഒരു അശുദ്ധി കടന്നു വരാത്ത രീതിയിലുള്ള ശുദ്ധത എന്ന പുണ്യം തരാം. മൂന്നാമതായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് കേരളത്തിലെ ഏറ്റവും മനോഹരമായ കുർബാന അർപ്പിച്ചുകൊണ്ട്, ഭക്തിപൂർവ്വം കുർബാന അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നന്നായിട്ട് പാടി കുർബാന അർപ്പിക്കുന്ന ഒരു വൈദികനാകാനുള്ള ഒരു വരം തരാം. 3 എണ്ണം കൂടെ ഒരുമിച്ച് തരികയില്ല, ഇതിലേതെങ്കിലും ഒരെണ്ണമേ തരുള്ളൂ. ഒന്നെടുത്ത മറ്റെണ്ണം പോകും, ഒന്നെടുത്ത മറ്റേ 2 എണ്ണം പോകും. അപ്പോൾ ഏതാണ് നിനക്ക് വേണ്ടത് എന്ന് നീ എന്നോട് പറയുക. എന്നോടുള്ള പരിചയത്തിൻ്റെ പേരിൽ ഞാൻ ഏതെടുക്കുമെന്നാണ് തീർച്ചയായിട്ടും കരുതുന്നത്. അച്ഛനത് പറഞ്ഞ സമയത്തെ എനിക്കൊരു സംഭവം ഓർമ്മ വന്നു. വിശുദ്ധ ഫൗസ്റ്റീനാണല്ലോ, ഫൗസ്റ്റീന പുണ്യതിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. പിള്ളേങ്ങനെ വിചാരിക്കുന്നു, ഒരു മിസ്റ്റേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈശോ പറഞ്ഞു, എൻ്റെ കയ്യിൽ 2 അനുഗ്രഹങ്ങളുണ്ട്. ഉപജകമാണ്. ഒന്ന് ഭൗതിക അനുഗ്രഹമാണ്, ഒന്ന് ആത്മീയ അനുഗ്രഹമാണ്. ഇതിൽ നിനക്ക് ഏത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ധ്യാന സമയത്ത് ആൾക്കാർക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ പെട്ടെന്ന് തന്നെ പറയും, എന്നായിരിക്കുന്നത് നല്ല ആത്മീയ ഉണർവിലാണല്ലോ, എനിക്ക് ആത്മീയ അനുഗ്രഹം മതിയെന്ന് ഞാൻ പറയുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല വിശുദ്ധ പറഞ്ഞെങ്ങനെയാണ്, കർത്താവേ, ഈ സമയത്ത് ഏത് അനുഗ്രഹമാണ് എനിക്ക് അത്യാവശ്യമുള്ളതെന്ന് അങ്ങേക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് ആ അനുഗ്രഹം എനിക്ക് പറയും. അപ്പം മാത്യുത്തെ സംബന്ധിച്ചും, കാരണം നമ്മളുടെ ആത്മാവിൻ്റെ ഒരു മൈന്യൂട്ട് തലങ്ങളെ ഒരുപക്ഷെ നമ്മളെക്കാൾ പോലും അറിയാവുന്നത് ഈശോയ്ക്കായിരിക്കുന്നത് കൊണ്ട് ഞാനതേ പറയുന്നുള്ളൂ. മാത്യുത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഏതാണോ അതാണെന്ന് തിരിച്ചറിഞ്ഞ ഈശോ തരട്ടെ. ഇനി അതിരിക്കട്ടെ, അച്ഛൻ്റെ ഒരു ആ ഒരു ഇപ്പോഴത്തെ ഉള്ളൊരു അന്തരീകാവസ്ഥയിൽ അച്ഛൻ ഏത് സെലക്ട് ചെയ്യും? ഞാൻ സെലക്ട് ചെയ്യാൻ സാധ്യത ഈശോ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. ശുദ്ധത എന്ന് പറയുന്ന ആ ഒരു പുണ്യമായിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. കാരണം എൻ്റെ ഉള്ളിൽ ഈയിടെയായിട്ട് കിട്ടിയൊരു ബോധ്യമാണ്, ഒരു വ്യക്തി ശുദ്ധത എന്ന പുണ്യത്തിൽ വളരുമ്പോൾ അയാൾ സ്നേഹത്തിലേക്ക് എത്തുന്ന ആ വ്യക്തിക്ക് ബാക്കി പറഞ്ഞ 2 അനുഗ്രഹങ്ങളും അത് ഓൾറെഡി അതിൽ തന്നെ ഈശോയിൽ നിന്ന് സമൃദ്ധമായിട്ട് കിട്ടിക്കോളും. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് ഈ മേഖലയിലാണ് സാത്താൻ ഒരുപാട് മനുഷ്യരെ തളച്ചിടുന്നത്. ജഡികമായ വികാരങ്ങളെ, മോഹങ്ങളെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്, ക്രൈസ്തവ വിശ്വാസികളിൽ മൊത്തം. അപ്പോൾ ഈ മേഖലയിൽ നമ്മൾ മനുഷ്യരായിരിക്കുന്നതുകൊണ്ട്, അത്തരം കാര്യങ്ങൾ നമ്മളിലുള്ളത് കൊണ്ട് ഈ മേഖലയിലൊരു പക്വത പ്രാപിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിശീലിക്കേണ്ടത്, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഫ്രാൻസിസ് ഡി സാലസിൻ്റെ അടുത്ത് ഒരാൾ വ്യർത്ഥാഭിമാനത്തെക്കുറിച്ച് വിഷമാട്ടി വന്നു. പിതാവെ, ഞാൻ വ്യർത്ഥാഭിമാനം കൊണ്ട് ഞാൻ ഇങ്ങനെ വിഷമിക്കുകയാണ്, എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മോനെ, ഇപ്പം ഞാൻ അതിനെതിരെ ഇവിടെ ബുദ്ധിമുട്ടി അധ്വാനിച്ചിട്ടിരിക്കുവാണ്, നീ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത് ചോദിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാന ചിന്ത നമുക്ക് ഉണ്ടാകാമെന്ന് തോന്നുന്നതേ ഒരു തിരിച്ചറിവായിരിക്കുമേ. ഈ ഭൂമിയിൽ ഇതുവരെയും ആരെയും കൊല്ലണമെന്ന്, എനിക്കവളെ കൊല്ലണം എന്ന് ഒരിക്കൽ പോലും ഗൗരവമായിട്ട് വിചാരിക്കാത്ത പലരും കാണും. പക്ഷേ അശുദ്ധിയുടെ ആ ഒരു മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട് ചിന്ത ഉണ്ടാകാത്ത, അല്ലെ ലൈംഗികപരമായ മേഖലകളിൽ ചിന്ത ഉണ്ടാകാത്ത ആരുമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അത്രമാത്രം നമ്മൾ ബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന
ഒരു കാര്യമാണെന്ന് തിരിച്ചറിവ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. ദൈവം പിന്നെ സൃഷ്ടാവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ആ സൃഷ്ടാവിൻ്റെ ഒരു ഛായ നമ്മളുടെ ശരീരത്തിൽ മനസ്സിലൊക്കെ ദൈവം വെച്ചിരിക്കുന്നു, ഒരു സൃഷ്ടിപരത. അപ്പോൾ അതൊരു നല്ല പോസിറ്റീവായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാപത്തിൽ പതിച്ചു പോയ മനുഷ്യന് ആ ഒരു മേഖലയിൽ വ്യതിയെല്ലാം ഉണ്ടായി ഈ പാപത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഒരു പോസിറ്റീവായിട്ട് ദൈവം വെച്ചിരിക്കുന്നതാണ്. പക്ഷേ മനുഷ്യനിലെ പാപത്തിൻ്റെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ഇത് തെറ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടെന്നുള്ള രണ്ടാമത്തെ തിരിച്ചറിവ്. പിന്നെ മൂന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ ഒരവസ്ഥയിൽ നിന്ന് ആർക്ക് എത്ര മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും മോചനം ലഭിക്കാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ. അത് ഈശ്വര സുവിശേഷങ്ങൾ അധിഷ്ഠിതമാണ്. അനേക വിശുദ്ധാത്മാക്കളുടെ ജീവിതം അധിഷ്ഠിതമാണ്. ഏറ്റവും മനോഹരമായ സംഭവം വിശുദ്ധ ബൈബിളിലുള്ളത് 2 സാമുവേൽ പുസ്തകത്തിൽ ദാവീദ് രാജാവിനെ പറ്റിയ സംഭവമാണ്. ദാവീദ് രാജാവ് വളരെ കുറച്ച് ദൂരെ സുന്ദരിയായ സ്ത്രീ കുളിക്കുന്നത് കണ്ട് അവരെ വിളിച്ചു വരുത്തി അവളുമായിട്ട് പാപം ചെയ്യുന്നു, അനേക നാൾ പാപം ചെയ്യുന്നു, ഭർത്താവിനെ വധിക്കുന്നു, കാപട്യം കാണിക്കുന്നു. ഇത്രമാത്രം ആസക്തി ഉണ്ടായിരുന്ന ദാവീദിനെക്കുറിച്ച് രാജാക്കന്മാർ 1-ാം പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1-4 ഭാഗത്ത് പറയുന്നത്, ദാവീദ് രാജാവ് വൃദ്ധനായി, പരിചാരകന്മാർ അവനെ പരിചരിച്ചിട്ടൊന്നും മാറ്റം ഉണ്ടായില്ല. അപ്പോൾ അവർ ആ നാട്ടിലെ ആ ദേശത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കൊണ്ടുപോയി കടത്തി. അടുത്ത ഭാഗത്ത് നിൽക്കുന്നത്, എന്നാൽ ദാവീദ് രാജാവ് അവളെ അറിഞ്ഞില്ല. അപ്പോൾ ചെല്ല് പറയുന്നത് വൃദ്ധനായതുകൊണ്ടാണെന്നാണ് ചെല്ല് പെട്ടെന്ന് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ വൃദ്ധരായിട്ടുള്ള കേൾക്കുന്നവർക്കുള്ളവർക്കറിയാം വൃദ്ധനായതുകൊണ്ടല്ല. ഫിലിപ്പിനേരി പുണ്യാളം പറയുന്നുണ്ട്, നരച്ച മുടിക്ക് പോലും ഈ അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ പറ്റത്തില്ല. അത് ഈ മിസ്റ്റർ യേശുപിതാവിൻ്റെ പടമൊക്കെ ചെല്ലിങ്ങനെ പറഞ്ഞിട്ടില്ലേ, കന്യാമാതാവിൻ്റെ ശുദ്ധത സംരക്ഷിക്കാൻ വേണ്ടി പടം വരയ്ക്കുന്ന ആൾ വൃദ്ധനായിട്ട് വരയ്ക്കുവാണ്. അതെ അതെ, അത് യേശുപിതാവിനെ കളിയാക്കുന്നതാണ്. യേശുപിതാവ് 18-19 വയസ്സുള്ള യുവാവായിട്ട് യേശുപിതാവിനെ വരച്ചിട്ട് പിന്നെ അത് കാണിക്കുമ്പോഴാണ് രണ്ടുപേരുടെ പുണ്യത്തിന് ശക്തിയുള്ളൂ, അല്ലേ? അതെ അതെ, ആ രീതിയിൽ. അപ്പം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുവാണ് അറിയാതെങ്കിലും വൃദ്ധനായി കഴിയുമ്പോൾ എന്താ മാറ്റം ആ രീതിയിൽ പറഞ്ഞു വന്നത്. ദാവീദ് രാജാവ് പ്രായം കൂടുന്നതനുസരിച്ച് ദൈവകൃപയോട് സഹകരിച്ച് ദൂരെ ഒരു സ്ത്രീ, ഏറ്റവും സുന്ദരിയായ സ്ത്രീ കുളിക്കുന്ന കണ്ട് കൂടെ കിടത്തിയ ദാവീദ് ആ രാജ്യത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ വന്ന കൂടെ കിടന്നിട്ട് പോലും അങ്ങനെ അശുദ്ധമായ ആഗ്രഹം ഉണ്ടാകാത്ത ലെവലിലേക്ക് വളർന്നുവെന്ന പഴനിയും പോലും പറയുന്നുണ്ട്. അപ്പം ഇത് എത്രമാത്രം ഈ ഒരു മേഖല എത്രമാത്രം അധപതിച്ചു എന്ന് പറയുന്ന വ്യക്തിക്ക് പോലും ഉള്ള പ്രത്യാശയുടെ ഒരു വലിയ ഒരു സന്ദേശമാണിത്. ഇത് ഞാൻ പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഇത് നമ്മുടെ സഭയിൽ എത്രയോ വിശുദ്ധരുടെ സാക്ഷ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഈ മേഖല ചെയ്യേണ്ടത്, ഒന്ന് നമ്മൾ വിചാരിക്കുകയോ മറ്റേ പഠിപ്പിക്കുകയോ ചെയ്തു, ഈ ഒരു മേഖലയിൽ നമുക്കങ്ങനെ വിജയിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ വിശ്വസിക്കരുത്. ഇത് ഈ ഒരു മേഖല മാത്രമല്ല, പാപത്തിൽ ഏതൊരു മേഖലയിലും സാധാരണ നമ്മൾക്ക് ഇടുന്നൊരു കുരുക്ക് പ്രാവശ്യം നമ്മൾ വീണ് പോയി കഴിയുമ്പോൾ ഇനി ഇതൊന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ള അങ്ങനെ ഒരു കുരുക്ക് നമ്മൾ ഉള്ളിലിടും. അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നമ്മൾ 10,000 പ്രാവശ്യം നമ്മൾ ഒരേ പാപത്തിൽ വീണ് പോയാലും അല്ല, ഇതിൽ നിന്ന് എനിക്കൊരു വിമോചനമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം കർത്താവിൻ്റെ സമയം എപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ഉപമയിൽ പറയുന്നില്ലേ, ന്യായാധിപൻ്റെ വിധവയുടെ ഉപമയിൽ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടല്ലോ. ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക, ഭഗ്നാശരാകാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അല്ല, ഏത് സമയത്താണ് കർത്താവ് നമ്മളെ, ദൈവത്തിൻ്റെ സമയമാണത്. നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു, എന്തുമാത്രം ക്ഷമാശീൽ. കാരണം നമുക്ക് പല പുണ്യം വളരുന്നുണ്ട്. ഒരു പാപത്തിൽ നമ്മൾ അനേകം പ്രാവശ്യം വീണിട്ട് വീണ്ടും എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ മറ്റ് പല പുണ്യങ്ങൾ വളരുന്നുണ്ട്. അതെ, ദൈവാശ്രിതം വളരുന്നുണ്ട്, പ്രത്യാശ വളരുന്നുണ്ട്, ക്ഷമാശീലം വളരുന്നുണ്ട്, എളിമ വളരുന്നുണ്ട്, അല്ലേ? അതെ അതെ. അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെ വിശാലമായ പല കാര്യങ്ങളുണ്ട്. ദൈവം ഇങ്ങനെ ഇത് താമസിപ്പിക്കുന്ന ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പ്രത്യാശ നശിക്കാതെ ഇപ്പോൾ ഓരോരോ പുണ്യം എടുത്ത് പറയുന്നില്ല. ഇപ്പം പലർക്കും അറിയാതെ ശുദ്ധത എന്ന പുണ്യം പരിശീലിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടോ ആ കാര്യങ്ങൾ ആ പുണ്യത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കും വരെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പം ഒരു 100 പ്രാവശ്യം, 1000 പ്രാവശ്യം, 10,000 പ്രാവശ്യം പരാജയപ്പെട്ട് എന്നോ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. വീണ്ടും നമ്മൾ അതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനുള്ള എല്ലാവർക്കും തന്നെ അറിയാം. ഇപ്പം പക്ഷേ അച്ഛൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് എതിർലിംഗത്തിൽപ്പെട്ടവർ എന്നുള്ളൊരു ഒളിച്ചുകൊണ്ടാണ് അത് ആരംഭിക്കുന്നതെങ്കിലും, അല്ലെങ്കിൽ മാറി നിന്നുകൊണ്ടാണ് ആരംഭിക്കുന്നതെങ്കിലും, ഭാവാത്മകമായ രീതിയിൽ അവരോട് നല്ല ബന്ധം, സ്നേഹബന്ധം, ഒരു സാഹോദര്യം പുലർത്താനായിട്ട് നമ്മളെ സ്വലിംഗത്തിൽപ്പെട്ടവരോട് അത്ര അടുപ്പത്തിലേക്ക് വന്നില്ലെങ്കിൽ തന്നെയും ഏതാണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ അവരോട് സംസാരിക്കാനും ഇടപെടുവാനും
അവർക്ക് നമ്മുടെ അടുത്ത് വന്ന് കൈയും കൂടെ ഇടപെടുവാനും ഒരു പിരിമുറുക്കമില്ലാതെ ഇടപെടുവാനും ഒക്കെ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമ്മളിലെ ആ ഒരു ശുദ്ധത യഥാർത്ഥ രീതിയിൽ പൂവണിയുന്നത്. അത് ബന്ധപ്പെട്ട് നമ്മളെ സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ പുസ്തകമുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് പല സംഭവങ്ങളെ വന്നിട്ടുണ്ട്. വിശുദ്ധ മരിയ ഗുരുത്തിൻ്റെ സംഭവവും 2 മെത്രാന്മാരുടെ വിശുദ്ധ നൊണ്ണൂസിൻ്റെ ഒക്കെ സംഭവമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു സംഭവം പെട്ടെന്ന് ഓർമ്മ വരുന്നത്, കുറച്ച് സന്യാസിനിമാർ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് പഴയ കാലത്തെങ്ങാണ്ടാണ്. അപ്പോൾ എതിരെ ഒരു സന്യാസി വരികയാണ്. പുള്ളി ബ്രഹ്മചര്യം പാലിക്കാൻ വേണ്ടിയിട്ട് പുള്ളി നല്ല അത്യാവശ്യം ശ്രമത്തിലായിരുന്നു. ഇവരെ കണ്ട ഉടനെ അദ്ദേഹം പെട്ടെന്ന് ഓടി മാറിപ്പോയി. അപ്പോൾ ഇവരുടെ മദർ വിളിച്ച് പറഞ്ഞു, സന്യാസി, നിങ്ങൾ സന്യാസിയാണെന്നായിരിക്കും വിചാരിക്കും, പക്ഷെ നിങ്ങൾ ഇതുവരെ സന്യാസി ആയിട്ടില്ല, കാരണം ഞങ്ങൾ സ്ത്രീകളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഓടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം അത് സ്ത്രീകളെ തിരിച്ചറിയണം, അതെല്ലാം അത് സത്യമാണല്ലോ. പക്ഷേ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിലേക്ക് നമ്മൾ വളരണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന് ഈശോ പറഞ്ഞത് ആണുങ്ങളെ മാത്രം സ്നേഹിക്കാനോ സ്ത്രീകളെ മാത്രം സ്നേഹിക്കാൻ വേണ്ടിയല്ലല്ലോ, എല്ലാവരും സ്നേഹിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളർന്നു വരണം. നമ്മുടെ സ്നേഹത്തിൻ്റെ ദിവ്യരഹസ്യങ്ങളുടെ പുസ്തകത്തിനകത്ത് സ്നേഹമായി വിരിയുന്ന ശുദ്ധ ചാപ്റ്ററുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് പറയുന്നുണ്ട്. നമ്മൾ ഓരോ പോയിന്റ് ഇപ്പോൾ എടുത്ത് പറയാനായിട്ടൊരു സമയത്തിന് പരിമിതി ഉള്ളതുകൊണ്ട് അല്ലേ. അതെ. അപ്പം എൻ്റെ ഒരു കൊച്ചു ചിന്ത ഇതാണ്, നമുക്ക് ഏതെല്ലാം മേഖലകളിൽ കുറവുണ്ടോ, ക്ഷമയുടേതാകാം, ശുദ്ധതയുടേതാവാം, ഇതെല്ലാം നമ്മുടെ ബലഹീനതകളാണ്. അപ്പോൾ മുസ്ലിം പറഞ്ഞാൽ നിൻ്റെ ബലഹീനതയിലാണ്. അപ്പോൾ നമ്മൾ ഈ ബലഹീനതകളും നമ്മുടെ യഥാർത്ഥ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹവും അതും രണ്ടും വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ഓരോ ബലഹീനതയും എടുത്ത് വെച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. ആ ബലഹീനതയോട് ചേർന്നുള്ള നമ്മുടെ ആഗ്രഹവും പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക. അപ്പം തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ഹൃദയാഭിലാഷം കണ്ടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചൻ പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നത്, ആസക്തിയുടെ സ്ത്രീയെ നോക്കരുത്, ഹൃദയത്തിൽ നോക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞ ഈശോയെ ആസക്തിയോടെ സ്ത്രീയെ നോക്കാതിരിക്കാനുള്ള ഒരു കൃപ ഈ വചനാടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വചനം വെച്ചുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഏത് ബലഹീനത ഉണ്ടെങ്കിലും ആ ബലഹീനതയ്ക്ക് പകരമുള്ളൊരു വചനമുണ്ട്. ആ വചനം എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടും. അപ്പം നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കരുണ്യവാനായ ഈശോയെ, ഇത് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും ശുദ്ധതയുടെ ആ ഒരു പുണ്യ പൂർണ്ണത നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്തുതിയായിരിക്കട്ടെ.